ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 നാടൻ സ്റ്റൈൽ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കപ്പേൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു തനി നാടനായിട്ടുള്ള 2 ഐറ്റം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങയുടെ അത്രയും വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിർത്തി വെക്കണം. ആ ഒരു ടൈമിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ അരിഞ്ഞെടുക്കാം. ഒരു പച്ചമുളക് നമുക്ക് ഇതേപോലെ ചെറുതായി അരിയാം. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമുക്കൊരു ചെറിയ പീസ് ഇഞ്ചി വേണം. അത് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുളി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചതച്ച ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ശർക്കര പൊടിച്ചത്, ചെറിയൊരു മധുരം കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ആ പുളിയിൽ നന്നായിട്ട് മിക്സായി വരണം. ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെളിച്ചെണ്ണ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. വേറെ ഏത് ഓയിൽ യൂസ് ചെയ്താൽ നമുക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. സൂപ്പറാണ് കേട്ടോ. നല്ല എരിവും നല്ല പുളിയും ചെറിയൊരു മധുരക്കായിട്ടുള്ളൊരു സൂപ്പർ ടേസ്റ്റാണിതിന്. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഐറ്റം നോക്കാം. അത് നമ്മൾ ചെറിയുള്ളി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10-15 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ചെറിയുള്ളി കയ്യിലില്ലെങ്കിൽ വല്യുള്ളി എടുത്താൽ മതി. പക്ഷേ ചെറിയുള്ളി യൂസ് ചെയ്യുന്ന അത്രയും ഒരു ടേസ്റ്റ് കിട്ടില്ല. പിന്നെ നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് പച്ചമുളക്, ഒരു 2 ഉണക്കമുളക്. ഇതിനൊക്കെ പകരമായിട്ട് കാന്താരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതിയാവും. ഞാനിവിടെ ചെയ്യുന്നത് ഇതേപോലത്തെ ഒരു മാഷർ വെച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അമ്മിക്കല്ലിൽ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നമ്മൾ വേറെ ഒരു ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇതിനെ ഒന്നുകൂടെ ടേസ്റ്റ് ആക്കണമെങ്കിൽ കുറച്ച് തൈര് കയ്യിലുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. അപ്പോൾ നമ്മുടെ 2 സൈഡ് ഡിഷും കൂടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതേപോലെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക് യു. ബൈ.